റമീസേ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. രണ്ട് സൈഡ് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വൺ സൈഡ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ജീപ്പ് സർവീസ് ഉണ്ട്. ടാക്സിക്കാർ ഒരു 250 രൂപ കൊടുത്താൽ അവർ ജീപ്പ് നമ്മൾ മേലെ വാട്ടർഫാളിൽ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കും. അവിടുന്ന് വെള്ളത്തിലിറങ്ങി സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ റിട്ടേൺ വൺ സൈഡും എല്ലാം നടന്നു വന്നാൽ ട്രക്കിംഗ് മാത്രമാണ് നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ്. 250 എങ്ങനെ ടോട്ടലാണ് ഒരു ട്രിപ്പിനാണ്. എട്ടാളും വളരെ മാക്സിമം. എന്താണ് പ്ലാന്? 1 കിലോമീറ്റർ ഇവിടുന്ന് എത്ര ഉണ്ട്? ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ട്രക്കിംഗ് മാത്രം നടന്നു പോകുന്നെങ്കിൽ 1400 മീറ്റർ 1400 സ്റ്റെപ്പുകളുണ്ട്. 1400 മീറ്റർ നടക്കാനുണ്ട്. എന്താ പ്ലാന്? ടോപ്പിലേക്ക് ജീപ്പ് മിക്കവാറും ഒരു 99% ആൾക്കാർ ടോപ്പിലേക്ക് ജീപ്പിനാണ് പോക്ക്. ജീപ്പിനുമായിട്ട് നമ്മൾ വെള്ളത്തിൽ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരും. ഓക്കെ, താങ്ക് യു. ടിക്കറ്റ് എടുത്ത് കണ്ടുതരാം. ആ, നമ്മൾ ജീപ്പിലാണ് പോണത്. കാരണം എത്ര സ്റ്റെപ്പ് പറഞ്ഞു? 1400 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു റിസ്ക് എടുക്കണം. ഇപ്പം എത്ര 1400 റുപ്യ സ്റ്റെപ്പ് ഉണ്ടായോണ്ടേ നമ്മൾ ഫുഡും കഴിച്ചതാണ്. വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചില്ല. അവിടെ അല്ലേ ടിക്കറ്റ്? എടാ നമുക്ക് ആ മറ്റേ സാധനം എടുക്കാൻ വണ്ടിയിലുണ്ടായിരുന്നു. മറ്റേ നേരത്തെ തൂക്കിയിട്ട് കണ്ട് പോണ സാധനം എടുക്കണോ? ഒരു എത്ര 8 ആളല്ലടാ? 8 മുബഷിർ. ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ്. ഇതിനൊന്നും എക്സ്ട്രാ പൈസകളില്ല. പ്രായം ബ്രിഡ്ജുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്, ബുഡ് ബ്രിഡ്ജുണ്ട്, കൂടാണ്ട് സ്വിമ്മിംഗ് ഉണ്ട്. എവിടെയാണോ ജെൻ സ്റ്റാഫിന് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ മാത്രമായിരിക്കും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടത്. ഓക്കെ. പിന്നെ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ജീപ്പ് സർവീസ് ഉണ്ട്. 250 രൂപ ഒരാൾക്കല്ല. നിങ്ങൾ 8 പേരാണ്, 8 പേർക്ക് കൂടിയാണ് 250 രൂപ. മുകളിലേക്ക് ജീപ്പിൽ പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. തിരിച്ചിങ്ങോട്ടേക്ക് നടന്ന് കണ്ടുവരാം. പിന്നെ നടക്കാൻ താല്പര്യമെങ്കിൽ നടന്നു പോകാം. ഏത് വേണമെങ്കിലും ഓപ്ഷൻ സ്വീകരിക്കാം. ഒരാൾക്കല്ല 250, എല്ലാവർക്കും കൂടെ. വൺ സൈഡ് മാത്രമേ ജീപ്പ് ഉണ്ടാവുള്ളൂ. തിരിച്ച് റിട്ടേൺ നടന്നാണ് വരേണ്ടത്. അല്ല, നമ്മൾ എത്ര ആളുകൾ back in the game, it's a British carry put your name, simple like this very killer trip on the main, don't need to get it, because get inside pushing for bloody job, you know that it's at the aim, put on the mata button but the button party not on the track and ഒരു ഫോട്ടോ എടുത്തോട്ടെ ഒരു ഫോട്ടോ ഒരു സോഡ ചെറുപ്പത്തിൽ ഇവിടെ എന്തോന്നുണ്ടോ ഇതിന്റെ പടി എവിടെ? 1500 പടിയല്ലേ ടോട്ടൽ? 1400 പടി ഇവിടെ. ശരിയാണ്. നമ്മള് മറ്റേ കയറിന്റെ ചെറിയ സ്റ്റെപ്പ് വർത്തമാനം പറഞ്ഞ് കയറിയാൽ മതി. വർത്തമാനം പറഞ്ഞ് കയറിയാൽ മതി. ഒരു വയറിനൊക്കെ ഒരു സുഖമില്ലാത്ത ആ പൊറാട്ടൻ്റെ പ്രശ്നമാണോ നമുക്ക് കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റമീസുണ്ടാ എന്തെങ്കിലും പ്രശ്നമോ പൊറോട്ട വെച്ചിട്ട്?
എന്തിനാണ് അത്ര റിസ്ക് എടുക്കണേ? മരക്കൂടെ ഈ ജാക്കറ്റ് ഇല്ലാതെ ചാടാൻ പറ്റൂല. എത്തപ്പത് അങ്ങനത്തെ അല്ല ചോദിച്ചു നോക്ക്. എന്താ ജാക്കറ്റ് ഇട്ട് പേടി? അവിടെ നിന്ന് കയറാൻ പാടില്ലാന്നല്ലേ? മഴക്കാലത്ത് ഇറങ്ങാനായിക്കൂല. ക്യാമറ ചാടുമ്പോ ചാടിക്കോ. ആയിക്കോട്ടെ. ചാടാ പട്ടി. ചാർജ് ചെയ്യണം. വന്ദന ഉള്ള തീർപ്പിട്ടമ്മ. എന്താടാ ആ ഇവിടെ കുണ്ടില്ലായിട്ടാ. പറ്റിപ്പോയതല്ല. ആണ്ടെത്തുമ്പോ വെള്ളം കുറയും. ഇവിടുന്ന് തന്നെ എല്ലാരും വെള്ളം കുടിച്ച് തീർക്കല്ലേ. ചിലവരൊക്കെ പറഞ്ഞിരുന്നു കണ്ണൂർ എന്താണ് ഉള്ളത്, ഉൽച്ചാണ്ടാ തണുപ്പുണ്ടാ ചോദിച്ചിരുന്ന ചില. എനിക്കല്ല ഗൂഗിൾ ചേച്ചിക്ക് അറിയുള്ളൂ. ഇതാണ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓണല്ലേ അവിടെ കൊണ്ടുപോയി വെക്കണം കേട്ടോ. എന്റെ കയ്യുണ്ട്. ഓക്കെ എന്റെ കയ്യാവുണ്ട്. നടന്നോ അവിടെ ആ തലക്ക പോയി നിൽക്കും. വയനാട് പോവാണെങ്കിൽ ഇത് കിട്ടോ? കിട്ടോ? വാട്ട് ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ ബാക്കിലുണ്ട്. ആ മറ്റേ സ്റ്റിക്ക് എടുക്കാന്ന് ബാക്കിലുണ്ടൊക്കെ. സ്പീക്കറോടെ കൊണ്ടുവച്ചു. നിങ്ങളിത് കാണുന്നുണ്ടോ ഗായ്സ്? കാലേക്കാൻ താഴ്ത്തിറങ്ങാൻ പറ്റും.
നഷ്ടമാകുമ്പോൾ റമീസ 4 എപ്പിസോഡിലുള്ള വീഡിയോ ആയി. ഇവിടെ എന്നാ ഇവിടെ ബാക്കിൽ ആൾക്കാർ 400 മതി. ജാതിറിന് അവിടെ ഇടാതെ കൊണ്ടായിക്കോളെ. കയറുകയാണെങ്കിൽ 250 ഉറുപ്പ്യക്കുള്ളുണ്ട്. 8 ആളില്ലേ? 8 ആളാകുമ്പോ ഒരാൾക്ക് 25 ഉറുപ്പ്യ തരുള്ളൂ. 25 എത്ര തരും? 30 ഉറുപ്പ്യാണെങ്കിൽ 8 ആക്കൂടെ 250 ഉറുപ്പ്യ വരും. അപ്പൊ ലാഭാ. എന്തിനാ പരീക്ഷ ചോദിച്ച ചോദ്യമായിട്ടല്ലേ. ഇവിടെ ഇറങ്ങട്ടോ വെള്ളത്തില്. ഇവിടെ ചെറിയ നല്ല സ്പീഡിൽ വരും. ഗവൺമെന്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പൊ ചാർജ് ഏകദേശം തീരുമാനം. മച്ചോടാ കുഞ്ഞുങ്ങൾ എവിടുന്നാണ് വരുന്നത്?
വാടാ വാടാ. ഫുഡ് കഴിഞ്ഞിട്ടൊക്കെ പാഴ്സൽ എടുക്കല വണ്ടി കുടിക്കാം. അവിടെ ഇന്ന് കുടിച്ചോണ്ട് അല്ല വണ്ടി പോകുമ്പോ ഇങ്ങനെ ലൈസൻസ് കുടിക്കാം. വേറെ ഹോട്ടലില്ല ഇവിടെ. നമ്മളെ മലപ്പുറത്തൊക്കെ എത്ര ഹോട്ടലാണ് ഇവിടെ. അങ്ങനത്തെ കഴിച്ച് നമ്മൾ ഉച്ചക്ക് ചോറ് തിന്നാൻ വന്നിരിക്കുന്നു. ഇതൊരു ഫുഡ് ബിരിയാണിയാണ്. അത് നെയ്ച്ചോറും ആയിരിക്കുന്നുണ്ട് അല്ലേ? നെയ്ച്ചോറ് ബിരിയാണി അല്ലേ? നെയ്ച്ചോറ് ബിരിയാണി. എന്താണ് ഫുഡ്? നിലമ്പ് ഫുഡില്ലേ? കൂട്ട് കാണാൻ പോകുന്നു. നമ്മളിവിടെ ഒരു ഫോറിനർ പെട്ടില്ലേ? അതാ ഞാൻ പുറത്തുനിന്ന് കല്യാണം കേൾക്കത്തത്. അതെ, ഇത് ഫോറിനേഴ്സിൻ്റെ അടുത്തും പോയി നോക്കും. പുറത്തുനിന്ന് കല്യാണം കഴിച്ചിട്ട് ടോയ്ലറ്റൊക്കെ ഫൗസാന എന്താ വെച്ചിട്ട് അതാണ് അതാണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ റമീസ. ഫൈവിലായിരുന്നു പണ്ട് ഗാന്ധിജി നെഹ്റു ഒക്കെ ഇങ്ങനെ കൊലൈമങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുജറാത്തിലൊരു കൊലൈമങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കല്ലുണ്ടല്ലോ അങ്ങനെ അട്ടിട്ടടുപ്പിച്ച് ഉണ്ടാക്കിയത്. വലിയ കൂട്ടി ഇങ്ങനെ അയാളല്ല മറ്റോ ഗാന്ധിജിനെ ഇവിടെ കൂട്ടില് ഇവനെ ഏതാ ഗാന്ധിജി ഡൽഹിയിലായിരുന്നു. എല്ലാം മഹാരാഷ്ട്രയിലാണ്. ഫുഡ് റെഡി, ഫുഡ് റെഡിയാണ്. എല്ലാരും പോട്ടോ. അത് അതിന്റെ മേലെ വേറെ സാധനം ഉണ്ട്. കൊറേ സാധനങ്ങൾ അറിയാലോ. എല്ലടാ സമ്മേളനം ഉണ്ടായിരുന്ന സ്ഥലം എന്തെന്നറിയോ? ചില വൃത്തികെട്ട കൂടുതൽ ശിക്ഷയുള്ള ടീമിനെ വരിക്ക് ഇങ്ങനെ ഇങ്ങനെ ഫോൺ എടുത്തിട്ടേ ആക്കാതിരുന്നാ മതി. എടാ ഇതൊക്കെ തണലല്ലേ പിന്നെ അയിക്കൂടിയാണ് പൊട്ടത് വരല്. പറമ്പ് കത്തിയടി നമ്മളവിടെ കണ്ടേ. റമീസിന്റെ വർത്താനം കേട്ടാ ഫുൾ ചരിത്രം അറിഞ്ഞിട്ട് പറഞ്ഞേ. റമീസിന്റെ വർത്താനം കേട്ടാലേ ഞാൻ പിന്നെ താഴത്തു കൂടി പോകും. അത് എന്തെങ്കിലും ഇത്ര പ്രായമായിട്ടും വിമാനം കാണുമ്പോ വിമാനം പോയടാ. തലക്ക് പോ നോക്കുന്നില്ല. ചെറുതാണല്ലേ? ചെറുതാണോ? അവിടെ വലിപ്പമില്ല. കണ്ണൂർ എയർപോർട്ടൊക്കെ ഈ ഭാഗത്താണ്. ബിക്കോസ് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനാണ്. അത് പോട്ടെ, പൊന്തി പോവാൻ. എന്താണ് ഇവിടെ നേരെ കടൽ വ്യൂ ഉണ്ട്.
വാട്ട് എ ബ്യൂട്ടിഫുൾ കടൽ. എടാ ഇവിടെ കടലുണ്ട് അല്ലേ? കടലിറങ്ങാൻ പറ്റുമോ റമീസേ? അതെങ്ങനെയാന്ന് യാത്രയുടെ സാഹ്യാനമത്തി. അതെ, നിങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. എന്താണ് ആ സത്യം? നാളെ തിങ്കളാഴ്ച പണിക്ക് പോകണം. ഒരു ദീർഘശ്വാസം. മരം നോക്കില്ലേ, ഓരോ സങ്കടങ്ങളും മനസ്സിൽ ഓരോ വള്ളികളാണ്. അതെ, മരത്തിൻ്റെ ഒക്കെ ലൈഫ് ആകല. വെറുതെ ഇങ്ങനെ ഒരു പണിക്കും പോണ്ട. ആദ്യത്തിന് വെള്ളം കൊടുന്ന് ഒഴിച്ചു കൊടുക്കും ചെയ്യും. വർഷമായി. അതെ അതെ. ഇതിനുള്ളിൽ കുറെ ഗോവ എന്നിട്ട് അടിപൊളി. അവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. കുറെ ജയിലുകളുണ്ടെന്നല്ലാതെ വേറെ എന്തല്ല. വലിയ സെറ്റപ്പുള്ള കോട്ടല്ലോ. അവിടെ വേറെ എത്ര കൂടെ കാണാം. ആ, ഗോവയത്തെ കോട്ടയാണ് കോട്ട. പാലക്കാട് പാലക്കാടും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നാളെ പാലക്കാട് പോയില്ലേ ലാസ്റ്റ്. പക്ഷെ ഗോവത്തെ പോട്ടെ. ഒരു സത്യം പറഞ്ഞാൽ കുറേ കാലം നാട്ടിൽ നിന്ന് ചർച്ചയിട്ടല്ലോ ഇങ്ങനെ കപ്പൽ ഇറങ്ങിണ്ടാവുക. ഓരോ രാജ്യം പോയി കീഴടക്കും. അവിടെ നിന്നിട്ട് അവിടുത്തെ മാക്സിമം മിനറൽസും യൂട്ടിലിറ്റീസും ഒരു കൈക്കലാക്കി ഒരു സ്ഥലം വിടും. അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് കുരുമുളക്. അറിയില്ല. നായ്ക്കളെ വണ്ടി മറച്ചിരുന്നോ? കിട്ടിയില്ലല്ലോ. അതിന്റെ ആ ടിപ്പറൊക്കെ കൂടി പോരുമെന്നോ. പൊളിച്ചു കൊടുക്കുവോ? എനിക്കറിയില്ല. ഫ്രണ്ട് വണ്ടി ആയോണ്ടേ കറക്കണം പേടിയാണ്. വണ്ടി വണ്ടി ഗൈസ്. നമ്മൾ ഡ്രൈവിംഗ് ബീച്ച് കഴിഞ്ഞു. ഇതെല്ലാവരും വണ്ടി കയറിയിരിക്കുന്നു പോവാൻ. ഒരു കുണ്ടി മേലെ കയറി. ഓൻ്റെ മടിയിലാണ്ടിരുന്നോ? ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകും. റമീസിന്റെ സങ്കടങ്ങൾ നമ്മൾ മാറ്റി തരും. അണ്ടർഗ്രൗണ്ട് പാടുള്ള ഇതല്ലേ നമ്മക്കേ സ്വിമ്മിംഗ് പൂള് പോവാം. എന്നാ പോവല്ലേ? പോവല്ലേ? അങ്ങനെ നമ്മൾ മടക്ക് യാത്രയിലാണ്. ഫാറൂഖിന്റെ അൾട്രീം ഡ്രൈവർ, ഇവിടെ റംസി, ഇവിടെ അബ്ദുറസാഖ്, ഇവിടെ ഷാദിർ, ഇവിടെ ഞാൻ, ബാക്കിൽ അബ്ദുൽ നദീർ. പുറത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ന്യൂസിലൊക്കെ ഫേമസ് ആയ ആളാണ്. അതാണ് മുഖം മറച്ചിരിക്കുന്നത്. ഇത് പിന്നെ റമീസ്, എല്ലാവർക്കും അറിയണ. ഹലോ. അപ്പൊ ശരി, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും സന്ധിക്കുന്നവരെ ഗുഡ് നൈറ്റ്.